മൈ ഡിയർ ഫ്രണ്ട്സ്, എല്ലാവർക്കും നമ്മുടെ ചാനലിലേക്ക് സ്വാഗതം. ഓക്കെ, ഇന്ന് നമ്മൾ ചെയ്യാൻ പോകുന്ന ടോപ്പിക്ക് കറണ്ട് സിറ്റുവേഷൻ ഓഫ് യുവർ പേഴ്സൺ എന്നുള്ളതാണ്. നിങ്ങളുടെ പേഴ്സണിന്റെ ഇപ്പോഴത്തെ അവസ്ഥ എന്താണ്, സിറ്റുവേഷൻ എന്താണെന്നുള്ളതാണ്. വീഡിയോയിലേക്ക് പോകുന്നതിന് മുമ്പായിട്ടാണെങ്കിൽ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്ത ആരെങ്കിലും ഉണ്ടെങ്കിൽ ദയവായിട്ട് സബ്സ്ക്രൈബ് ചെയ്യുക. വീഡിയോ ഇഷ്ടമായാൽ തീർച്ചയായിട്ടും ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക. ഇതൊരു ജനറൽ റീഡിംഗ് ആണ്. അതുപോലെ ജനറൽലെസ് ആണ്, ടൈംലെസ് ആണ്. ഈ വീഡിയോ നിങ്ങൾ എപ്പോൾ കാണുന്നോ ഓരോ ടൈമിൽ വാലിഡ് ആയിരിക്കുന്നതാണ്. ജനറൽ റീഡിംഗ് ആയതുകൊണ്ട് എല്ലാ പേർക്കും ഒരുപോലെ ഒന്നും റെസ്പെക്റ്റ് ആവുന്നില്ല. നിങ്ങളുടെ സിറ്റുവേഷൻ ആയിട്ടൊക്കെ മാച്ച് ആവുന്നുണ്ടെങ്കിൽ മാത്രം പോസിറ്റീവായിട്ട് എടുത്താൽ മതി, അല്ലാത്ത കാര്യങ്ങൾ വിട്ടേക്കാം. ഓക്കെ, നിങ്ങൾ ഡീപ്പായിട്ട് ഒന്ന് മെഡിറ്റേറ്റ് ചെയ്യുക, കോൺസെൻട്രേറ്റ് ചെയ്യുക, പോസിറ്റീവായിട്ട് തിങ്ക് ചെയ്യുക. എന്നതിന് ശേഷം വീഡിയോ തുടർന്ന് കാണുക. ഓക്കെ, നമുക്ക് നോക്കാം നിങ്ങൾ സ്നേഹിക്കുന്ന വ്യക്തിയുടെ ഇപ്പോഴത്തെ ഒരു സിറ്റുവേഷൻ എന്താണ്. കറണ്ട് സിറ്റുവേഷൻ ഓഫ് യുവർ പേഴ്സൺ. കറണ്ട് സിറ്റുവേഷൻ, നിങ്ങളുടെ പേഴ്സന്റെ ഇപ്പോഴത്തെ സിറ്റുവേഷൻ എന്താ? കറണ്ട് സിറ്റുവേഷൻ ഓർ കറണ്ട് എനർജി ഓഫ് യുവർ പേഴ്സൺ. കറണ്ട് സിറ്റുവേഷൻ ഓർ കറണ്ട് എനർജി ഓഫ് യുവർ പേഴ്സൺ. ഓക്കെ, എന്തോ ഒരു കാര്യത്തിൽ ഈ പേഴ്സൺ സക്സസ് ആകണം എന്ന് ആഗ്രഹിക്കുന്നുണ്ട്, അല്ലെങ്കിൽ ഓൾറെഡി അവരുടെ ലൈഫിൽ ഒരു സക്സസ് അവർ നേരിട്ട് കൊണ്ടിരിക്കുന്നത്, അല്ലെങ്കിൽ അവർ എന്തെങ്കിലും ഒരു എക്സാമിൽ പാസ്സായിട്ടുണ്ടാവാം, അല്ലെങ്കിൽ അവർക്ക് ഒരു കരിയറിൽ ഒരു ഉയർച്ച ഉണ്ടായതായിരിക്കാം, അല്ലെങ്കിൽ ഒരു കരിയർ പെട്ടെന്ന് അവർക്ക് അതിനുള്ളൊരു അവസരം വന്നതായിരിക്കാം. എന്തോ ഒരു സന്തോഷകരമായിട്ടുള്ള കാര്യം ആ വ്യക്തിയുടെ ലൈഫിൽ സംഭവിച്ചിട്ടുണ്ട് എന്നുള്ളതാണ് മാസ്റ്റർ കാർഡ് വ്യക്തമാക്കുന്നത്. ഇങ്ങനെയൊക്കെ ആണെന്നുണ്ടെങ്കിലും ഈ വ്യക്തിയുടെ ലൈഫിൽ നിങ്ങളിൽ നിന്നും ഉള്ള ഒരു സെപ്പറേഷൻ, മേ ബി നിങ്ങൾ ഇപ്പോൾ ഈ വ്യക്തിയുമായിട്ട് സെപ്പറേഷൻ ആണെന്നുണ്ടെങ്കിലും ഈ വ്യക്തിക്ക് ഈ സാഹചര്യത്തിൽ മുന്നോട്ട് പോകാൻ കഴിയുന്നില്ല എന്നാണ് കാണുന്നത്. അവർ എത്ര ശ്രമിച്ചിട്ടും നിങ്ങളെ മറക്കാനോ നിങ്ങളെ ഉപേക്ഷിച്ച് മറ്റൊരു സ്ഥിതിയിലേക്ക് പോകാനോ കഴിയുന്നില്ല എന്നുള്ളതാണ് അവരുടെ സിറ്റുവേഷൻ ആയിട്ട് കാണുന്നത്. എപ്പോഴും അവർ എന്താണ് റിലേഷൻഷിപ്പ് തിരിച്ചു കൊണ്ടുവരണം എന്നുള്ളൊരു ചിന്തയിലാണുള്ളത്. ഓക്കെ, അവരിപ്പോഴും അവരുടെ സാഹചര്യങ്ങളോടെല്ലാം തന്നെ ഫൈറ്റ് ചെയ്തുകൊണ്ടേയിരിക്കുകയാണ്. ഒരുപാട് കാര്യങ്ങൾ അവർ ഇതിനോടകം നേടിയെടുത്തിട്ടുള്ള ഒരു വ്യക്തിയാണ്. ലൈഫിൽ എടുക്കുകയാണെന്നുണ്ടെങ്കിൽ ഒരുപാട് ഇടങ്ങളിൽ അവർ വളരെ പെട്ടെന്ന് സക്സസ്ഫുൾ ആയിട്ടുള്ള ഒരു വ്യക്തി തന്നെയാണ്. ഏത് സാഹചര്യത്തോടും പൊരുത്തപ്പെട്ട് മുന്നോട്ട് പോകാനായിട്ട് തയ്യാറാവുന്ന ഒരു വ്യക്തി തന്നെയാണ്. അതുകൊണ്ട് തന്നെ എല്ലാ സിറ്റുവേഷനിലും ഈ വ്യക്തി മുന്നോട്ട് പോകുമെന്ന് തന്നെയാണ് കാണുന്നത്. ആൻഡ് ഇപ്പോഴും അവർ ചില സാഹചര്യങ്ങളോട് അല്ലെങ്കിൽ ചില വ്യക്തികളോട് ഫൈറ്റ് ചെയ്യുന്നതായിട്ടൊക്കെ കാണുന്നുണ്ട്. പക്ഷെ അങ്ങനെയൊക്കെ ആണെന്നുണ്ടെങ്കിലും നിങ്ങൾക്ക് ഇവിടെ ഒരുപാട് എക്സ്പെക്ടേഷൻ ഉണ്ട്, ഒരുപാട് പ്രതീക്ഷയ്ക്കുള്ള വകകളുണ്ട്. അതായത് ഈ വ്യക്തി ഇങ്ങനെയൊക്കെ ഒരു സാഹചര്യത്തിൽ നിൽക്കുന്ന സമയത്ത് പോലും നിങ്ങളെ കുറിച്ച് വളരെയധികം വളരെയധികം ആകാംക്ഷയോട് കൂടി തന്നെ, അല്ലെങ്കിൽ അത്രയും ഒരു സന്തോഷത്തോടു കൂടി തന്നെ ഓർക്കുന്നുണ്ട്. നിങ്ങൾക്കൊരു പ്രയോറിറ്റി അവർ കൊടുക്കുന്നുണ്ട്. അവരുടെ ഹൃദയത്തിൽ ഒരു സ്ഥാനം നിങ്ങൾക്കായിട്ടുണ്ട് എന്നുള്ളത് നമുക്കിവിടെ കാണാൻ കഴിയുന്നുണ്ട്. സ്പിരിച്വലി നിങ്ങളുടെ പേഴ്സൺ അവേക്കൻഡ് ആകുന്നുണ്ട്. ഒരുപാട് കാര്യങ്ങൾ അവർ പ്രാർത്ഥിക്കുന്നുണ്ട്, മാനിഫെസ്റ്റ് ചെയ്യുന്നുണ്ട്. ആൻഡ് അതുപോലെ തന്നെ അനുകൂലമായിട്ടുള്ള സാഹചര്യങ്ങൾക്കായിട്ട് ഈ വ്യക്തി വെയിറ്റ് ചെയ്യുന്നതായിട്ടും കാണുന്നുണ്ട്. ആൻഡ് ഓക്കെ, സന്തോഷിക്കാനായിട്ടുള്ള ഒരുപാട് കാര്യങ്ങൾ, ഒരുപാട് അബണ്ടൻസ് ആണ് റിലേഷൻഷിപ്പിൽ വരാൻ പോകുന്നത്. ഇത്രയും നാളും കണ്ട കാര്യങ്ങളൊന്നും തന്നെ നിങ്ങൾ ട്രസ്റ്റ് ചെയ്യണ്ട. ചിലപ്പോൾ അത് താൽക്കാലികമായിട്ടുണ്ടായ ഒരു സെപ്പറേഷനോ അല്ലെങ്കിൽ ഒരു കോൺഫ്ലിക്റ്റ് ഒക്കെ ആയിരിക്കാം. അതിന്റെ പേരിലൊന്നും തന്നെ ഈ വ്യക്തി നിങ്ങളെ ഒരിക്കലും ഉപേക്ഷിച്ച് പോകില്ല എന്നുള്ളതാണ്. ഈ റിലേഷൻഷിപ്പിൽ ഒരു മാജിക് തന്നെയാണ് സംഭവിക്കാൻ പോകുന്നത്. മിറാക്കുലസ് ആയിട്ടുള്ള ചേഞ്ചസ് ആണ് റിലേഷൻഷിപ്പിൽ സംഭവിക്കാൻ പോകുന്നത്. മേ ബി അടുത്ത് തന്നെ നിങ്ങൾ ഈ പേഴ്സണുമായിട്ട് നേരിട്ട് കണ്ടുമുട്ടാനുള്ള സാധ്യതയുണ്ട്. ഈ പേഴ്സൺ നിങ്ങൾ ഒന്നിച്ച് ചേരാനുള്ള അനുകൂല സാഹചര്യങ്ങളുണ്ട്. മേ ബി ഒരു റീഡിംഗ് നിങ്ങൾ കേൾക്കുന്ന സമയത്ത് തന്നെ ഈ വ്യക്തിയിൽ നിന്നുള്ള ഒരു കോൾ അല്ലെങ്കിൽ മെസ്സേജ് ഒക്കെ വരാനുള്ള അത്രയും വലിയ എനർജിയാണ് ഇവിടെ കാണിക്കുന്നത്. ആൻഡ് യെസ്, ഇത് മുന്നോട്ട് കൊണ്ടുപോകുന്നതിൽ പലർക്കും തടസ്സങ്ങളായിട്ടുണ്ട്, പല പ്രശ്നങ്ങളുണ്ട്. അതൊക്കെ നിങ്ങൾ ചിന്തിക്കേണ്ട അല്ലെങ്കിൽ അതിനെ ഓർത്ത് worried ആവേണ്ട യാതൊരു കാര്യവും ഇല്ല എന്നുള്ളതാണ്. കാരണം അതൊക്കെ പെട്ടെന്ന് തന്നെ നിങ്ങളിൽ നിന്നും അല്ലെങ്കിൽ ഈ റിലേഷൻഷിപ്പിൽ നിന്ന് തന്നെ വാനിഷ് ആയി പോകുന്ന കുറച്ച് കാര്യങ്ങളാണ്. അതിനൊന്നും ഓർത്തിട്ട് നിങ്ങൾ നെഗറ്റീവ് ആകരുത്. കാരണം ഇതില് അനുകൂലമായിട്ടുള്ള സാഹചര്യങ്ങൾ ഒരുപാടുണ്ട്. തേർഡ് പാർട്ടി എനർജീസ് ഉണ്ട്, അതുപോലെ കാസ്റ്റ് പ്രോബ്ലംസ് ഉണ്ട്, ഫാമിലി ഇഷ്യൂസ് ഉണ്ട്, അതുപോലെ തന്നെ ഈ വ്യക്തിക്ക് ഒഴിവാക്കാൻ കഴിയാത്ത കുറച്ച് പ്രശ്നങ്ങളുണ്ട്, റെസ്പോൺസിബിലിറ്റീസ് ഉണ്ട് ഫാമിലിയിൽ. അതൊക്കെയാണ് നിങ്ങൾക്ക് പ്രതിബന്ധങ്ങളായിട്ട് കാണുന്നത് ഇവിടെ. അതുപോലെ തന്നെ സാമ്പത്തിക പ്രശ്നങ്ങളുണ്ട്. പക്ഷെ ഇവർ അതിൽ നിന്നെല്ലാം
അതിനോടെല്ലാം ഫൈറ്റ് ചെയ്ത് അതിൽ സക്സസ് ആകുന്ന ഒരു പേഴ്സൺ ആണ്. സോ നിങ്ങൾക്ക് എക്സ്പെക്ട് ചെയ്യാം ഈ പേഴ്സൺ നിങ്ങൾക്കായിട്ടുള്ള വ്യക്തി തന്നെയാണ്. അവർ ഏത് സാഹചര്യത്തിലൂടെയും കടന്നു വന്ന് നിങ്ങളിലേക്ക് എത്തിച്ചേരാൻ ആഗ്രഹിക്കുന്നുണ്ട്. അതാണ് അവരുടെ ഒരു സിറ്റുവേഷൻ. അവരുടെ എനർജി എന്ന് പറയുന്നത് അവരുടെ ലൈഫിൽ ഇപ്പോൾ തീർത്തും എല്ലാ അവസ്ഥയിലും അവർ കാണുന്ന അവരുടെ ശൂന്യത പോലെയാണ് അവർക്ക് ഫീൽ ചെയ്യുന്നത്. അവരുടെ ലൈഫിൽ എല്ലാ കാര്യങ്ങളും ഉണ്ടെങ്കിലും ഒന്നുമില്ലാത്തൊരവസ്ഥയായിട്ട് അവർക്ക് ഫീൽ ചെയ്യുന്നു. വളരെയധികം ഇൻസെക്യൂരിറ്റീസ് അവർക്ക് ഫീൽ ചെയ്യുന്നുണ്ട്. അതാണ് അവരുടെ സിറ്റുവേഷൻ ആയിട്ട് ഇവിടെ കാണുന്നത്. ആൻഡ് നിങ്ങൾക്ക് ഈ ഒരു സമയത്ത് എന്താണോ ഇൻഡ്യൂഷണലി ഫീൽ ചെയ്യുന്നത് ആ ഒരു കാര്യം നിങ്ങളുടെ ലൈഫിൽ സംഭവിക്കും. സോ നിങ്ങൾ പോസിറ്റീവായിട്ട് തന്നെ എല്ലാ കാര്യങ്ങളും ചിന്തിക്കാനായിട്ട് മാക്സിമം ശ്രമിക്കുക. നെക്സ്റ്റ് വന്നത് അറ്റാച്ച്മെന്റ് ആണ്. ഈ വ്യക്തിക്ക് ഒരിക്കലും ഒന്നിന്റെ പേരിലും നിങ്ങളോടുള്ള അറ്റാച്ച്മെന്റ് ഒഴിവാക്കാനായിട്ട് സാധിക്കില്ല. അതുകൊണ്ട് തന്നെ അവർക്ക് അവരുടെ മനസ്സിനെ ശാന്തമാക്കി വെക്കാനായിട്ട് സാധിക്കുന്നില്ല. അവർ പല വഴികളിലൂടെയും അവർ എന്താണ് ഈ ഒരു കാംനെസ് കൊണ്ടുവരാൻ ശ്രമിക്കുന്നുണ്ട്. പക്ഷെ അവർക്ക് അതിന് കഴിയുന്നില്ല എന്നുള്ളതാണ്. അത്രത്തോളം ഈ വ്യക്തി നിങ്ങൾക്കൊരു വാല്യൂ കൊടുക്കുന്നുണ്ട്. അവരുടെ ഹൃദയത്തിൽ ഒരു സ്ഥാനം കൊടുക്കുന്നുണ്ട്. നിങ്ങളെ അത്രയും പ്രഷ്യസ് ആയിട്ട് അവരിപ്പോൾ കാണുന്നുണ്ട് എന്നുള്ളത് എടുത്തു പറയേണ്ടതായിട്ടുള്ള ഒരു കാര്യമാണ്. അവരുടെ ചിന്തകളിൽ നിറയെ നിങ്ങൾ മാത്രമാണുള്ളത്. ഈ റിലേഷൻഷിപ്പിൽ ഒരു സക്സസ് ഉണ്ടാവണം എന്നുള്ളതാണ് ഈ വ്യക്തിയുടെ ചിന്തകളിലെ പ്രയോറിറ്റിയിൽ നമുക്ക് കാണുന്നത്. മാസ്റ്റർ കാർഡും ആ ഒരു വ്യക്തി തന്നെയാണ് സൂചിപ്പിക്കുന്നത്. തീർച്ചയായിട്ടും ഇതിൽ നിങ്ങൾക്ക് യാതൊരു ആക്ഷൻ എടുക്കാതെ തന്നെ ഇത് ബാക്ക് ടു നോർമൽ ആകും. വളരെയധികം സന്തോഷകരമായിട്ടുള്ള നിമിഷങ്ങളാണ് നിങ്ങളും ഈ പേഴ്സണുമായിട്ട് ഇനിയുള്ള സമയങ്ങളിൽ വരാൻ പോകുന്നത്. ഓക്കെ, അപ്പോൾ ഇന്നത്തെ റീഡിംഗ് ഇവിടെ അവസാനിച്ചിരിക്കുകയാണ്. ജനറൽ റീഡിംഗ് ആയതുകൊണ്ട് എല്ലാ പേർക്കും ഒരുപോലെയൊന്നും റെസനേറ്റ് ആവുന്നില്ല. നിങ്ങൾക്ക് നിങ്ങളുടെ സിറ്റുവേഷനായിട്ട് മാച്ച് ആവുന്നുണ്ടെങ്കിൽ മാത്രം പോസിറ്റീവായിട്ട് എടുക്കുക, അല്ലാത്ത കാര്യങ്ങൾ വിട്ടേക്കുക. റീഡിംഗ് ഇഷ്ടമായെന്നുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. അടുത്ത വീഡിയോയിലൂടെ വീണ്ടും കാണാം. അതുവരെയും ബൈ ബൈ.